മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ വീണിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ വീണിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഐക്യത്തിനും പേരുകേട്ട കമ്പാർ എന്ന പ്രദേശം. കമ്പാർ എന്ന പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികച്ച പ്രവർത്തനം കാണിക്കാൻ നമ്മുടെ കമ്പാറിന്റെ ഇവിടെയുള്ള യുവാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ മൊഗരാൽപുത്തൂർ പഞ്ചായത്തിൽ നമ്മുടെ കമ്പാറിലുള്ള 35 വർഷത്തിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഫാൽക്കൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതേപോലെ തന്നെ മിറാക്കിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഇതൊക്കെ അന്ന് തന്നെ നമ്മുടെ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികച്ച മുന്നേറ്റം നടത്തിയ ക്ലബ്ബുകളാണ്. ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് യുണൈറ്റഡ് കമ്പാർ. അതുപ്രകാരം നമ്മുടെ കമ്പാറിന്റെ സമീപ പ്രദേശങ്ങളിലെ നാട്ടുകാരുടെ പല പ്രശ്നങ്ങൾക്കും കൈത്താങ്ങാവാൻ നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മ യുണൈറ്റഡ് കമ്പാറിന് സാധിച്ചു. നമ്മുടെ നാട്ടിലെ ആൾക്കാരും അതേപോലെ GCCയിലെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് നല്ല രീതിയിൽ ആരും അറിയാതെ തന്നെ അന്ന് നമ്മൾ പല പരിപാടികളും നടത്തുകയുണ്ടായി, കൈത്താങ്ങാവുകയുണ്ടായി. നമ്മുടെ ഈ യുണൈറ്റഡ് കമ്പാർ കൂട്ടായ്മ നമ്മുടെ ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും 2015 ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൂടെ അത് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന മേഖലയിലേക്ക് കയറുകയാണ്.
നമ്മുടെ യുണൈറ്റഡ് കമ്പാറിന്റെ കളിക്കാർക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ പൂർണ്ണമായും ചാരിറ്റി ആയിരുന്നു. നമ്മുടെ നാട്ടിൽ 10 വർഷത്തോളമായി പല നമ്മുടെ നാടിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം ഈ 10 വർഷക്കാലത്ത് 10 ലക്ഷത്തോളം രൂപ നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെലവാക്കി. അത് ഒരു നല്ല പ്രവർത്തനമായി എന്നും നിലനിൽക്കും. ഒരു നല്ല കെട്ടിടത്തിലേക്ക് മാറുക എന്നത് അതിന് വർഷത്തോളമായി നമ്മള് ഒരു കെട്ടിടത്തിന് വേണ്ടി തിരഞ്ഞു നടക്കുകയായിരുന്നു. അവസാനം നമ്മുടെ ഈ ഏരിയയിൽ തന്നെ നമുക്ക് ഒരു കെട്ടിടം കിട്ടുകയും അത് നവീകരിച്ച് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏതൊരു അഭിമാന നിമിഷമാണ്. യുണൈറ്റഡ് കമ്പാറിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. ഒരു പ്രസിഡന്റ് സെക്രട്ടറി എന്നതിലുപരി നമ്മുടെ ക്ലബിന്റെ ഓരോ മെമ്പർമാരും എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ മെമ്പർമാർക്കും അതിന്റെ അവകാശങ്ങളെ ചർച്ച ചെയ്ത് അവരുടെ തീരുമാനങ്ങൾ ആരായ ശേഷം എല്ലാവർക്കും പരിഗണന നൽകി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബാണ്. നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ അളയക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ പ്രതിനിധികൾക്കും എന്റെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രതിനിധികൾക്ക് മറ്റു പരിപാടികൾക്ക് പോകാനുള്ളത് കൊണ്ട് കൂടുതൽ വച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഒരു ജയ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്, ജയ് യുണൈറ്റഡ്. താങ്ക് യു. MLA ശ്രീ എന്നെ നെല്ലിക്കുന്നവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചു. പ്രിയങ്കരനായ വസീം പുത്തൂർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ അധ്യക്ഷനടക്കം ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. സമയപരിധി മൂലം അവരുടെ പേരുകൾ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് മാത്രവുമല്ല, വരാനിരിക്കുന്ന നാളുകളിൽ യുണൈറ്റഡ് കമ്പാർ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി ഇവിടെ പ്രതിപാദിച്ചു. യുണൈറ്റഡ് കമ്പാർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ക്ലബ്ബാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായി. നല്ല ജനാധിപത്യ സ്വഭാവത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ്. എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്ത് പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ്. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, വോളിബോൾ കളിക്കുക എന്നത്. അത് മാത്രമല്ല ഈ ക്ലബ്ബ് ചെയ്യുന്നത് 10 വർഷം കൊണ്ട് 10 ലക്ഷം ഉറുപ്പികയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു വിസ്മയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഈ പ്രദേശത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ ഈ ക്ലബിന് സാധിക്കട്ടെ. ഈ കമ്പാർ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് നല്ല കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജന്മം നൽകിയ ഒരു പ്രദേശമാണ് കമ്പാർ. നല്ല ജനപ്രതിനിധികൾക്ക് ജന്മം നൽകിയ പ്രദേശമാണ് കമ്പാർ. അതുപോലെ ഈ കമ്പാർ പ്രദേശത്തെ എല്ലാ മേഖലകളിലും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഈ നാട്ടില് സൗഹാർദ്ദം പൂത്തുലയത്തുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് യുണൈറ്റഡ് കമ്പാർ എന്ന് ഇവിടെ പറയുകയുണ്ടായി. നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗത്തിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. നമ്മുടെ കേരള കർഷക ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ അസീസ് കടപ്പുറമാണ്. അദ്ദേഹത്തെ വിനയത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട പ്രിയങ്കരനായ MLA എന്നെ നെല്ലിക്കുന്നതടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ആഹ്ലാദകരമായ ഒരു സാഹചര്യത്തിലാണ് 10ാം വാർഷിക ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ബഹുമാനിയായ എന്നെ ലഭിക്കുന്ന ഇവിടെ നിർവഹിച്ചു.
നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ നാടുകളിൽ നിരവധി സംഘടനകളും ക്ലബ്ബുകളും ഉണ്ടാകാറുണ്ട്. ആ ക്ലബ്ബുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് 75% ക്ലബ്ബുകളും ഒരു കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ, നമ്മുടെ യുവാക്കളൊക്കെ തന്നെ കായിക മേഖലയിൽ വളരെയധികം മുന്നേറുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാരുണ്യ മേഖലയിൽ മികവ് തെളിയിച്ചുകൊണ്ട് നിരവധി സംഘടനകൾ മുന്നേറുമ്പോൾ അവരോടൊപ്പം കാരുണ്യ രംഗത്ത് ഞങ്ങളും മുന്നിലാണ് എന്ന് തെളിയിക്കാൻ യുണൈറ്റഡ് കമ്പാറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വിവരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ രാജ്യം, നമ്മുടെ പ്രദേശം ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യുവാക്കൾക്കുള്ള പങ്ക് വലുതാണ്. യുവജനത വഴിതെറ്റുന്നത് കാണുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം യുവജനങ്ങൾ ഏറ്റെടുക്കണം. ഒരു പ്രദേശത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ആ പ്രദേശത്തിന്റെ, അതുപോലെ തന്നെ കാരുണ്യ മേഖല അഭിവൃദ്ധിക്കപ്പുറം ആ പ്രദേശത്തിന്റെ സാമൂഹ്യ മേഖലകളിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും ക്ലബിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യുണൈറ്റഡ് കമ്പാർ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് 10 വർഷം ആഘോഷിക്കുന്ന ഒരു പ്രാദേശിക തലത്തിലുള്ള ക്ലബിന്റെ ആഘോഷണ പരിപാടിയിൽ ഇത്രയധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതും ബഹുമാനപ്പെട്ട എന്നെ നിൽക്കുന്ന അടക്കം പ്രഗത്ഭ വ്യക്തികളൊക്കെ വന്ന് ഈ 10ാം വാർഷിക ആഘോഷം ഇവിടെ ആഘോഷിക്കുമ്പോൾ അത് നിങ്ങളുടെ ക്ലബിന്റെ വിജയമാണ്. നിങ്ങൾക്ക് കിട്ടിയ ജന അംഗീകാരമാണ് ഈ ക്ലബിന്റെ 10ാം വാർഷിക ആഘോഷം ഈ നാടിന്റെ തന്നെ ഉത്സവമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാടിലെ ഒരു സാംസ്കാരിക ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 10 വർഷം അതിനെ വാർഷികം കൊണ്ടാടുക എന്നുള്ളത് തന്നെ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. കാരണം ഞങ്ങളൊക്കെ ഈ ക്ലബിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള, ഇപ്പോൾ അതൊക്കെ നിർത്തി രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയ ആളുകളാണ്. തീർച്ചയായും സാധാരണ ഒരു ക്ലബ്ബ് 1-2 വർഷം മുമ്പ് തട്ടിക്കൂട്ടി പോകാറാണ് പതിവ്. അതിന് പകരം 10 വർഷക്കാലം ഇവിടെ നിൽക്കുകയും നാടിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കാനുള്ള ഒരു വേദിയായി നിങ്ങൾ മാറ്റിയത്. തീർച്ചയായും അതിന് വലിയ അംഗീകാരമാണ് നാടിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായും വരും കാലങ്ങളിൽ ഈ നാടിൻ്റെ സർവോന്മുഖ വികസനത്തിന് വേണ്ടി എല്ലാ ഭാഷ, എല്ലാ മതരാഷ്ട്രീയത്തിന് അതീതമായി നാടിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിൽ വർഗീയമായ ചിന്താഗതികളൊന്നുമില്ലാതെ നമ്മുടെ നാട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ഉന്മേഷത്തിന് എന്തെന്നില്ലാത്ത അഭിമാനവും ഈ നാട്ടുകാരനെന്ന അതിലേറെ ചാരിതാർത്ഥ്യവും എനിക്കുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു വലിയ ജ്യേഷ്ഠൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ നന്മയായ പ്രവർത്തനങ്ങൾ പല വേദിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. ഈ നാടിൻ്റെ നന്മ, ഈ നാട്ടിൽ കാണിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നബാധ ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വർഗീയ ചിന്താഗതി ഉണ്ടാക്കുന്ന ആര് തന്നെയായാലും അവരൊക്കെ എതിർക്കാൻ നമ്മൾ തയ്യാറാകണം. ആരൊക്കെയാണ് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നന്മയ്ക്ക് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞ് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയണം. അതിന് രാഷ്ട്രീയമോ അതിനൊരു മതമോ ഒന്നും നമുക്ക് പ്രശ്നമുണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു മതവിഭാഗത്തിന്റെ ആളുകൾ മാത്രമായ ഒരു ക്ലബ്ബായി ഇത് മാറരുത്. ഈ നാടിന്റെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, എല്ലാ മതചിന്തകൾക്കതീതമായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളിപ്പോൾ കാണിക്കുന്ന, നിങ്ങൾ ചെയ്തിരിക്കുന്ന 10 വർഷക്കാലമായിട്ട് എത്രയോ ആളുകളെ സഹായിച്ചു എന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് സാക്ഷിയാണ്. അതുപോലെ ആ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകൾ അത് ആര് തന്നെയായാലും, നമ്മുടെ ഈ മേഖലയിലുള്ള ഏത് വിഭാഗത്തിലുള്ള ആളുകളായാലും, ഒരുപക്ഷെ ഇന്നലെ വരെ റോഡിൽ നിന്ന് നമ്മളെയും നിങ്ങളെയും ചീത്ത പറയുന്ന ആളുകളായാൽ പോലും ശരി, അവർ ആ സഹായത്തിന് അർഹരാണെങ്കിൽ അത് നൽകാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ മാതൃക എന്ന് മാത്രം നിങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്.
സോക്കർ ലീഗിന്റെ ട്രോഫി പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ MLA എന്നെ നൽകുന്നതിന് സ്നേഹാദരം. വിജയിച്ച എല്ലാവർക്കും എൻ്റെ അനുമോദനം അറിയിക്കുന്നു. അതോടൊപ്പം മെച്ചത്തോടു കൂടിയിട്ട് ഈ ക്ലബിന്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം സാധാരണ നമ്മൾ ക്ലബ്ബുകൾ എന്ന് പറയുന്ന സമയത്ത് ഓരോ വിഭാഗങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ക്ലബിന്റെ മുൻപോട്ടുള്ള വളർച്ചയും തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് യുണൈറ്റഡ് കമ്പർ. വിജയോടെ ജൂനിയർ യുണൈറ്റഡ് കടമ്പാർ വിജയത്തോടു കൂടി ഒരു സന്തോഷ ദിവസം കൂടിയാണ്. എല്ലാവിധ ആശംസകളും നേരിട്ടുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ഖത്തർ ബാവാജിയാണ്. ഖത്തർ ബാവാജിനെ വേദിയിലേക്ക്. നാട്ടുകാരെ, ക്ലബ്ബ് ഭാരവാഹികളെ, എല്ലാവരും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഉദ്ഘാടന പ്രസംഗത്തിനും സ്വാഗത പ്രസംഗത്തിനും എല്ലാം നിങ്ങൾക്ക് അറിയിച്ചു തന്നു. അതുപോലെ സ്പോർട്സിൽ രാഷ്ട്രീയമോ മതമോ ഇല്ല. നമ്മുടെ ഇന്നലെ 2-3 ദിവസമായി ഈ പരിപാടിക്ക് വേണ്ടി സധൈര്യം എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 3 ദിവസമായി ഉറങ്ങാതെ പലവരും. 2024 മികച്ച മെമ്പർ ആരാണ്? മികച്ച മെമ്പർ ആര്? അപ്പോ ക്ലബിന്റെ 2024 മികച്ച മെമ്പറായി നമ്മുടെ ജോയിന്റ് സെക്രട്ടറിയായ ഇർഷാദ് അലിയാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കെന്നെ അറിയും. അതുകൊണ്ട് യുണൈറ്റഡ് കമ്പാർട്ടിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് സർവ്വവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി അറിയിക്കുന്നു ഇതിനെ ക്ഷണിച്ചതിനും എന്നെ ഈ ഭാരവാഹികളോടും YFD ക്ലബിന്റെ വക 1000 അഭിനന്ദനങ്ങൾ. ഭാരവാഹികൾക്കും മെമ്പർമാർക്കും യുണൈറ്റഡ് കമ്പാറിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട എന്നെ നൽകുന്ന അവർക്കും എൻ്റെ പേരിലും ക്ലബിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയ മുഴുവൻ അയൽ ക്ലബ്ബുകൾ ഒറ്റവാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും മാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും മാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെ നീ തരും മോദാരം ഇല്ലെങ്കിൽ ഈ ഭൂമി
മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഇത്ര കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഇത്ര കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കണ്ണലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കണ്ണലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃകം നമ്മൾ ഒരു മനസ്സാൽ ശങ്കരനാഥവും ബാഗോലി പോലെ പള്ളി മണിയിടട്ടെ. ശങ്കിന്റെ നാഥവും ബാഗോലിയും പോലെ പള്ളി മണിയിടട്ടെ. അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ പരിപാടി നാട്ടിലെ സമീപപ്രദേശങ്ങളിലൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പദ്ധതികളാണ്. ശങ്കിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ശങ്കിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഇത്ര കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിടണം. എന്തിനാണ് ഇത്ര കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. Share chat. Download Moj. Download Moj. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ, മാറ്റേ
Gold and diamonds. Kerala and Karnataka, the glow of purity.